ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ. ഓ, എന്തിനാ? അച്ഛനെ കാണാനാന്നോ? എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ വന്നിരുന്നു. ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. വയലിൻ വയലിൻ. വയലിൻ വയലിൻ. അത്രേ ഉള്ള. അകത്തോട്ട് വരാ. അകത്തോട്ട് വരട്ടെ. സൂക്ഷിച്ച് വരണം. വാച്ചറേ, വാതിലുറക്ക്. വാച്ചറ തുറക്ക് ജി. ഞാൻ വാച്ചറല്ല. അല്ലേലും തുറക്കാതല്ല. തുറക്കുകയാണ്. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന വാച്ചറേ? ഞാൻ വാച്ചറല്ലെന്ന് പറഞ്ഞു. ആ കള്ളന്മാരുടെ ശല്യം അല്ലേ വാച്ചറ? കാലത്ത് ചെടി നിരീക്ഷണമായിരിക്കും. മോൾക്ക് എല്ലാ ചെടികളോടും വലിയ സ്നേഹമാണല്ലേ? ഏത് സൈസ് ചെടികളോടാണ് കൂടുതൽ സ്നേഹം? ഓ, എല്ലാ സൈസ് ചെടികളെ പറ്റി അറിയാമോന്നോ? എന്നാലേ ഇതേത് വെറൈറ്റിയാ? ഇതോ, ഇത് സരോഷ്യ ഫാമിലി. സരോഷ്യ? ഇതൊരു പ്രത്യേകതരം വെറൈറ്റി ആണ്. ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം വെറൈറ്റി. സരോഷ്യ. സരോജ് വില്ലയിലെ മോൾഡ് ഷ്യ എന്ന് പറഞ്ഞ കൃഷ്യ. സരോഷ്യ. എന്റെ മോളെ, ഈ ചെടിയും പൂവൊക്കെ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കണ്ടാ കൊള്ളാം. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ആളുകൾ പറയും കാട് പിടിച്ച് കിടക്കുന്നു. അയ്യോ, ബെസ്റ്റ് ചിരി. സത്യം പറഞ്ഞാ പൂക്കളേക്കാൾ ഭംഗിയാ മോളുടെ ചിരിക്ക്. നല്ല ഉടുപ്പും. ഈ ഇത്ര ഉടുപ്പുകളാണ് നമുക്ക് ഇഷ്ടം. ഇതിനെന്ത് വില വരും? ഒരു 499 രൂപ 95 പൈസ 2 പൈസ എക്സ്ട്രാ. അയ്യോ, കുറഞ്ഞ വിലക്ക് ഇതുപോലെ 2 എണ്ണം വാങ്ങിക്കണം. സെക്കൻഡ് ഹാൻഡ് ആയാലും മതി. എന്തിനാ ഇട്ടോണ്ട് നടക്കാനാ? അയ്യേ, എനിക്കല്ല. എന്റെ വീട്ടിൽ ഇതേ സൈസിൽ 2 എണ്ണം ഉണ്ട്. മീനാക്ഷി, ശ്രീകുമാരി. കുറെ നാളായിട്ട് എന്റെ അടുത്ത് പറയുന്നു വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട് മോളെ, മോളെ പോലെ കാശുള്ളവരുടെ ദേഹത്ത് ഇതൊക്കെ കിടന്നാൽ കാണാൻ കൊള്ളാം. സസ്പെൻഷൻ നടക്കുന്ന ഈ വയലിൻ വേണുഗോപാലിന്റെ പെങ്ങന്മാരുടെ ദേഹത്ത് കിടന്നാൽ ചേരൂല. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം അകത്തെടുത്തോ ഡാഡി? നടപടി ഉടനെ ഉണ്ടാവും. വയലിൻ നന്നാക്കിയോ? പിന്നെ അതല്ലേ കാലത്തെ വന്ന്. ഇന്നലെ തന്നെ ഉണ്ണിയുടെ കൊടുത്തയച്ച് നന്നാക്കിച്ചു. അവൻ തന്നെ കാശും കൊടുത്തു, കമ്പിയും മാറ്റിയിട്ടു. എന്റെ എവിടുന്ന കാശ്? എങ്കിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഒന്ന് വായിച്ചൂടെ? പിന്നെന്താ? ലളിത വേണോ ശാസ്ത്രീയ വേണോ? അല്ല, ലളിതമായിട്ട് പിടിക്കണോ ശാസ്ത്രീയമായിട്ട് പിടിക്കണോ? ലളിത ശാസ്ത്രീയൊന്നും വേണ്ട. പൂക്കൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാ എനിക്കിഷ്ടം. പൂക്കൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാണ് മോക്കും ഇഷ്ടം. പൂക്കൾ ഉണരണം അല്ലേ? ഉണരണം. ഉണരൂ, ഉണർന്നു പോകും. ഗുഡ് മോർണിംഗ് മുതലാളി. എന്ത് വേണം? വേണുഗോപാൽജി, പാക്കിംഗ് സെക്ഷൻ, സസ്പെൻഷൻ, വയലിൻ. അതിന് ഞാൻ എന്ത് വേണം? 2 ദിവസം കഴിഞ്ഞ തീരുമാനം പറയാന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്നും വരുമായിരുന്നു, സാറിനെ കാണുമായിരുന്നു. മോക്കറിയാം സാർ ബിസി ആയതുകൊണ്ട് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ജോലിയില്ലാതെ കഷ്ടത്തിലാണ് മുതലാളി. ചുമ്മാ പറഞ്ഞു വിട്ടല്ലോ, അണിയുണ്ടാക്കിയിട്ടില്ലേ? അതെ, അതാന്ന് ഞാൻ പറഞ്ഞാണല്ലോ, ഒരു കൈപ്പഴ പറ്റിപ്പോയി. സൂപ്പർവൈസറെ തല്ലുന്നാടോ കൈപ്പഴ? ഒരു തവണത്തേക്ക്. തനിക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഡിസിപ്ലിനുള്ള ജോലി. ഒരു കാരണവശാലും തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. സാർ മുതലാളി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. 3 തവണ എനിക്ക് ഗുഡ് സർവീസ് സെന്റർ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കണം. 9 മണി എന്ന് പറഞ്ഞാൽ ഞാൻ ഫാക്ടറിലെത്തും സാർ. മുതലാളി. ഗുഡ് മോർണിംഗ് ജോബ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോബ് സാർ. താൻ ഗാനമേളയ്ക്ക് വരുന്നോ ജോലി ചെയ്യാൻ വരുന്നോ? ജോബ് സാറെ, ഞാൻ എന്റെ ജോബ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ജോബ് സാറിന് അറിയാമല്ലോ. മേലിലൂടെ വരുമ്പോ താൻ ഈ വയലിനും കൊണ്ടുവരുന്നത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി എഴുതി വെച്ചിട്ടില്ലേ? സാറിന്റെ പേര് ജോബ് എന്നാണെങ്കിലും ഞങ്ങൾക്ക് ജോബ് എന്ന മുതലാളിയല്ലേ. ജോബ് സമയത്ത് ഞങ്ങളെ ഭരിച്ചാൽ മതി ജോബ് സാറേ. ജോബ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എന്ത് ജോബ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ജോബ് സാറേ. ഗുഡ് മോർണിംഗ് ജോബ് സാർ. കയറി പോടോ. ചോറ്റുപാത്രവും വയലിനും എന്റെ കബോർഡില ഞാൻ വെക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ മുതലാളി. എടാ, ഇനി നീ വയലിൻ വായിക്കുന്ന എനിക്ക് കാണണോടാ എന്ന് പറഞ്ഞ് വലിച്ചൊരേറ്. എന്റെ ചങ്ക് പൊട്ടിപ്പോയി സാർ. മരിച്ചുപോയ എന്റെ അച്ഛനെ വലിച്ചെറിയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പോക്കൃത്തരല്ലടോ താൻ ഈ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാരും കേക്ക് എന്റെ അച്ഛനെ 10 മണിച്ച് തെറി. പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല സാർ. ഇതാണ് മുതലാളി സത്യത്തിൽ നടന്നത്. പിറ്റേ ദിവസം ചെന്നപ്പം ഇൻഡാസ് അടിച്ച് കൈ തന്നു. സസ്പെൻഷൻ. തന്നെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. കിട്ടാൻ വല്ല ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത് വാങ്ങിച്ചോണം. അയ്യോ, ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കരുത് മുതലാളി. 2 സഹോദരിമാരും, ഒരു അമ്മ, ഒരു മുത്തശ്ശി, ഒരു കുടുംബമാണ് മര്യാദ. കൂടുതൽ സംസാരിക്കണ്ട, തനിക്ക് പോവാം. സർ പ്ലീസ്, സർ പ്ലീസ് ഒന്ന് പറയൂ മുതലാളി. ഞാൻ പോയി തൂങ്ങിച്ചാവും.
ആ എന്നാ പോയി തൂങ്ങിച്ചാ പോ. എങ്കിൽ തൂങ്ങിച്ചാവാൻ എനിക്ക് മനസ്സില്ല. പിടിച്ചു വിട്ടൊന്നും പോരാ, ഇനി ഞാൻ പോയി തൂങ്ങിച്ചാവണോ? പണം ഉണ്ടെന്ന് എഴുതി വലിയ ആളെന്ന് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണം കുറവായിരിക്കും, പക്ഷെ സ്നേഹമുണ്ട്. വലിയ ബംഗ്ലാവിലെ കണ്ണാടി മുറിക്കാത്തിരുന്നോണ്ട് പാവങ്ങളെ ഗെറ്റൗട്ട് അടിക്കുന്നവന്റെ കൂടെ ദൈവത്തിന് പോലും പാവപ്പെട്ടവനെ വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ജോലി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ജോലി കിട്ടില്ല, എനിക്ക് കുന്നാണോ? അവനെ തിരിച്ചെടുത്തൂടെ? ശരിയാവില്ലടോ, അത് വലിയ പ്രശ്നമാകും. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അയാളുടെ തലയില. എന്നാ താൻ പോയി പകുതി ഒന്നു കൊടുക്കണോ? എന്താ ഇറക്കി താഴെ വെക്കാൻ പറയണോ? കഷ്ടമാണ് പാവം. കൊല്ലാളി ഇറങ്ങി പോടോ. ഹലോ വേണുഗോപാൽജി, വയലിൻ എന്തൊരു മൈൻഡില്ലാതെ പോന്നേ? നമ്മൾ ആരുവാ മൈൻഡിയെ? എന്റെ കാര്യം അച്ഛനോട് പറയാന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞല്ല. ഞാൻ പറഞ്ഞല്ലോ. പിരിച്ചുവിടാനാണോ പറഞ്ഞത്? അയ്യോ അല്ല. എന്നാ അദ്ദേഹം അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പിരിഞ്ഞു വെക്കാനാ പറഞ്ഞു. വരട്ടെ. സലാം. വേണു ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് നിൽക്കാൻ സമയമില്ല. വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം. വഴിയോരം വെയിൽ കായും വനവലരും. വെയിൽ കാഞ്ഞത് മിച്ചം. നോക്കണേ വൈച്ചറേ എടാ പോണെന്നാ. എന്റെ ഫ്രെഡിയങ്ങളെ, കുറച്ചു നാളൂടെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നോട്ടെ. നടന്നോ, പക്ഷെ കൂടെ നടക്കാൻ ഒരാള് വേണ്ടേ എന്നാണ് ചോദിച്ചത്. അത് നടക്കത്തില്ലല്ലോ. എന്താ? അതെങ്ങനെ? താലി കെട്ടി കതിർ മണ്ഡപത്തിൽ നിന്ന് ഭൂമിയിലോട്ട് കാലെടുത്ത് വെച്ച ഇങ്ങനൊരു പോക്കല്ലയോ അദ്ദേഹം മുമ്പേ. നമ്മൾ പുറകെ പൊക്കോണം ബാലി പോലെ. എനിക്ക് എന്റെ അച്ഛനമ്മയെ വിട്ട് മാറി താമസിക്കാൻ പറ്റില്ല അങ്ങളെ. വേണ്ട, മാറി താമസിക്കണ്ട. സൂട്ടും കോട്ടും ഇട്ട് പറന്ന് നടക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഭർത്താവിനെ കെട്ടേണ്ടി വന്നാലുള്ള അവസ്ഥ സഹിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ ആയാലോ? വേണ്ടെങ്കിലേ, ഡെറ്റോൾ മണക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വക്കീലായിക്കോട്ടെ. അയ്യേ, വവ്വാല് കോട്ടും ഇട്ട് കള്ളം പറഞ്ഞ് എന്നെ ഒരു കള്ളിയാക്കും. ഒരു പോലീസ് ഓഫീസർ. അയ്യടാ, എന്നെ തൂക്കിയെടുത്തിട്ട് ഇരിക്കുന്നതായിട്ട് രസിക്കണമായിരിക്കും അല്ലേ? പിന്നെ ഏത് ടൈപ്പാ അതെന്റെ മനസ്സില്? അങ്കിളെ, അതെ, എനിക്ക് വേണ്ടത് ഒരു ഫ്രണ്ടിനെയാണ്. എന്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടായിട്ടൊരു ഫ്രണ്ട്. എന്നെ ചിരിപ്പിക്കണം, ഞാൻ പറയുന്ന പോലൊക്കെ നടക്കണം. പിന്നെ എന്താ പറയാ, പറയട്ടെ ഒരു കളിപ്പാട്ടം പോലെ ഒരാള്. കളിപ്പാട്ടം പോലൊരു ഭർത്താവ്? എനിക്കിപ്പോ ഒരാളോട് ചോദിക്കാൻ പറ്റുമോ തനിക്ക് കളിപ്പാട്ടാവാൻ പറ്റുമെന്ന്? അയ്യോ അങ്ങനെയല്ല അങ്കിളെ, നമ്മുടെ വേണുല്ലേ, വേണുഗോപാൽജി, പാക്കിംഗ് സെക്ഷൻ, വയലിൻ വായിക്കുന്ന ആ ഒരു ടൈപ്പ്. വയലിൻ വായിക്കുന്ന ഒരു കളിപ്പാട്ടം, വേണുഗോപാൽ ജി. എന്താ അയാള് മനസ്സിൽ കയറിയോ? അയ്യോ എന്റെ അങ്കിളെ, ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാ. അച്ഛനോട് പറയട്ടെ? അയ്യോ ദേ അങ്കിളെ കണ്ടോ? അങ്കിളിനോട് തുറന്നു പറഞ്ഞു മോക്ക് അയാളെ ഇഷ്ടമാണോ? ആ അപ്പച്ചി, അപ്പച്ചി കുന്തമേ. ഓ അപ്പച്ചി ശബരി ചിറ്റപ്പിനെ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചേ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ലവ് അറ്റ് മിനിമിനി സൈറ്റ്. എന്തു പറ്റി? മോക്ക് പ്രേമിക്കാൻ തോന്നുന്നുണ്ടോന്നൊരു സംശയം. സംശയമാണോ? അല്ല, തോന്നുന്നുണ്ട്. മോളുടെ മനസ്സിന്റെ കിളിവാതിലൊരു തട്ട്. അല്ല, നല്ല മുട്ട് തന്നെയാ. തട്ടുമുട്ടും കേട്ട് തുടങ്ങിയോ? എന്നാ പ്രേമിച്ചോ? ശരിക്കും പ്രേമിച്ചോട്ടെ. ആരെയാ? ഒരു കളിപ്പാട്ടത്തിന്. കളിപ്പാട്ടമോ? മോക്ക് ഒരു കളിപ്പാട്ടത്തിനോട് ഇഷ്ടം തോന്നുന്നു. അത്രേ ഉള്ളൂ? എന്ത് വിലയായാലും അപ്പച്ചി വാങ്ങിച്ചു തരാം. അപ്പച്ചി വാക്ക് മാറരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. കാശില്ലാത്തടത്ത് സ്നേഹം കാണും, അതുറപ്പാ. അവന്റെ നോട്ടം കാശിൽ മാത്രമാണെങ്കിൽ മോളെ നോക്കുന്ന എന്താ ഉറപ്പ്? നമുക്കും അവൾക്കും അറിയാവുന്നൊരു പയ്യനാണെങ്കിലോ? എന്റെ മനസ്സിൽ തോന്നിയതാ. പെട്ടെന്ന് കയറി നോ എന്നൊന്നും പറഞ്ഞു കളയരുത്. കുടുംബ സ്നേഹമുള്ള ഒരു പയ്യന് നമ്മൾ പറയുന്നിടത്ത് നിൽക്കുകയും ചെയ്യും. ആരാന്ന് പറ. വേണു.
വേണുഗോപാൽ ജി, പാക്കിംഗ് സെക്ഷൻ, വയലിൻ. ഇയാൾ എന്തായി പറയുന്നേ? അവൻ എന്റെ ഫാക്ടറിയിലെ ജോലിക്കാരനായിരുന്നില്ലേ? അതെ, അതുകൊണ്ട് ഇപ്പൊ അവൻ ജോലിക്കാരനല്ലല്ലോ. എന്റെ പൊന്ന് KMK, ഇപ്പോ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യം മോളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അവളുടെ ആഗ്രഹം ഒരു കളിപ്പാട്ടം. മോൾ എന്നോട് പറഞ്ഞതാ അവൾക്ക് കളിപ്പാട്ടം പോലൊരു ഭർത്താവിനെ വേണമെന്ന്. KMK മേനോന് മോക്ക് വേണ്ടി നല്ല വിലയ്ക്ക് വാങ്ങിക്കൊടുക്കാവുന്ന ഒരു കളിപ്പാട്ടല്ലേ വേണു? അയ്യോ, അവിടെ നമുക്കെന്തോന്ന് പേടി. ഹലോ വേണുഗോപാൽ ജി, വയലിൻ, പാക്കിംഗ് സെക്ഷൻ. പാക്ക് ചെയ്ത് അയച്ചു. വീട്ടിൽ പൊയ്ക്കാളാൻ പറഞ്ഞു. ഇനി മുകളിൽ ആകാശവും താഴെ ഭൂമി ഇടയ്ക്കാനും. എന്ത്? ഞാൻ കാണാൻ വന്നതാ. കണ്ടാ? ആ ഉം. അതെ, മതിയാങ്കി പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. എന്താ ഇപ്പൊ വീട്ടിൽ വരാത്തെ? എന്താണ് അവിടെ വലിയ വിശേഷം? വിശേഷം അടുത്ത് വന്നാ പറയാം. അയ്യ, വന്നേച്ചാലും മതി. ദേ വഴിയോരത്ത് വെയിൽ കായാനും വീട്ടു ജോലിക്കൊക്കെ വേറെ ആളെ നോക്കി വെച്ചേ. നിങ്ങൾക്കൊന്നും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ വിഷമം മനസ്സിലാവില്ല. കാശുള്ളതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം, തിരിച്ചെടുക്കാം, വയലും വായിക്കാൻ പറയാം, തേയില പച്ചയോടെ പറിച്ചെടുത്ത് ചായ ഉണ്ടാക്കി കളിക്കാം, വേണമെങ്കിൽ കുളിക്കാം, ഇതുപോലെ കാറി വന്ന് കാറ്റ് കൊള്ളാം. ഞാൻ കാറ്റുകൊള്ളാൻ വന്നല്ല. അല്ലേ, പിന്നെ എന്തിനാ വന്നേ? എനിക്ക് സംസാരിക്കണം. ആ, നിന്ന് സംസാരിച്ചാ ഞാൻ പോണു. അയ്യോ പ്ലീസ് പോവല്ലേ. അയ്യോ, എന്നോട് ഇഷ്ടമുണ്ടല്ലോ. ഇഷ്ടമാണ്. എങ്ങനെ മനസ്സിലായി? മെനക്കെടുത്താ പോവച്ചേ. എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. ഓഹോ, ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാസോ. വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചാ മതി, എല്ലാം പോവും. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് പ്രേമിക്കണം തോന്നുന്നു. അയ്യോ, നിന്ന് പ്രേമിച്ചോ? കാല് കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്ന് കൂടെ പ്രേമിച്ചോ. ഞാൻ പോണു. ഞാൻ പ്രേമിച്ചോട്ടെ? ഓ, പ്രേമിക്കും. ഞാൻ ശരിക്കും പ്രേമിക്കും. പിന്നെന്ത്? പ്രേമിച്ചു കഴിഞ്ഞു. ഇവിടെ നിർത്തിയാ മതി, പോർട്ടിക്കോയിലോട്ടൊന്നും പോണ്ട. എസ്റ്റേറ്റ് മുതലാളിയൊന്നും അല്ലല്ലോ. ഇറങ്ങി നടക്കട്ടെ. ഇറങ്ങണം, ഇറങ്ങണം, നടക്കണം. ആ, വരണം വരണം, തന്നെ കാത്തിരിക്കായിരുന്നു. വിളിച്ചിട്ടേ വരാ ഒരു പിടുത്തം. വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഇവിടെ നിന്ന് സംസാരിച്ചാ പോരെ? പോരാ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഗൗരവമുള്ള കാര്യം? ആ, അതെ. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. വിഷമം കൊണ്ടന്ന് ഞാൻ എന്താ പറഞ്ഞെന്ന്. അതൊന്നും അല്ല കാര്യം. വാ, മുകളിട്ട് വാ. ഞാൻ ഇവിടെ വരണം. സർ, ഞാൻ മുകളിലോട്ട്. അല്ല, ആ, സംഗീതം സത്യമായിട്ടും എന്റെ വയലിന് സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ. അതൊന്നും അല്ലടോ. വാ, പറയട്ടെ. അയ്യോ, ഇത് തുറന്നു നടന്നാ പോരെ? പോരാ, നമ്മൾ മാത്രം അറിയേണ്ട കാര്യമാണ്. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. വല്ല ഉടക്കം വല്ലതും ആണോ സാർ? ചെറിയൊരു ഉടക്കാണ്. അയ്യോ, അങ്ങോട്ടിരിക്കാം. വാ, ഇരിക്കെ. വേണ്ട വേണ്ട മുതലാളി, ഞാൻ നിന്നോളാം. ഇപ്പൊ വേണുവിന്റെ മുതലാളി അല്ലല്ലോ ഞാൻ. എന്നാലും എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂ. അതൊന്നും മാറ്റി വിളിച്ചുകൂടെ എന്ന് ആലോചിക്കാനാണ് തന്നെ വരുത്തിയത്. വിളിക്കാം. എങ്ങനെ വിളിക്കണം? അങ്ങത്തേന്നോ സാറേന്നോ പറയുന്ന പോലെ വിളിക്കാം. ആരും ചിരിച്ചു പോകും വേണുവിന്റെ വർത്താനം കേട്ടാ. അത്ര സിമ്പിളാണ്. വരൂ, ഇരിക്കും. ഇവിടെ ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും? വെള്ളം കുടിപ്പിക്കരുത് സാർ. വിളിച്ച എന്തിനാണെന്ന് പറയണം. വേണു, നമ്മളിപ്പോ സംസാരിക്കുന്ന കാര്യം മറ്റാരും അറിയരുത്. ഇല്ല സാർ. ഇവിടുത്തെ മോളെ തനിക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്നെ വലിയ ഇഷ്ടമാണ് സാർ. ആ, ഈ വീട്ടിലെ ഒരേ ഒരു മോളാ, ഈ കണ്ട സ്വത്തിന്റെ എല്ലാ അവകാശി. അങ്ങനത്തെ യാതൊരു ഭാവമില്ല. നല്ല തങ്കം പോലത്തെ കൊച്ച്. അവൾക്ക് ഒരസുഖമുണ്ട്. ലക്ഷത്തിലൊരാൾക്ക് മാത്രം വരുന്ന ഒരസുഖം. അയ്യോ, എല്ലാ ചികിത്സകളും ചെയ്തു കഴിഞ്ഞു. ഈ രോഗത്തിന് ചികിത്സയില്ല. 5 or 6 കൊല്ലത്തിനപ്പുറം അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കില്ല എന്ന് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും പറയുന്നത്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. ദൈവം ആ മോളെ രക്ഷിക്കും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഈ വിവരം അവൾക്കറിയില്ല, അറിയാനും പാടില്ല. ഇത്രയൊക്കെ പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പണം കൊണ്ട് അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല വേണു. ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ.
ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ സന്തോഷമായിട്ടിരിക്കണം. ആ സന്തോഷം കൊടുക്കാൻ ഒരാൾ വേണം. അതിന് ഞാൻ എന്ത് ചെയ്യാം സാർ? വേണുവിന് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? സാർ കാര്യമായിട്ട് പറയണം. കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. വെറുതെ വേണ്ട. തനിക്ക് ഇതുകൊണ്ടൊരു ജീവിതം ഉണ്ടാവും. തന്റെ കുടുംബം രക്ഷപ്പെടും. എനിക്ക് വലുത് എന്റെ മോടെ സന്തോഷമാണ്. എനിക്കുള്ളതെല്ലാം ഞാൻ വേണുവിനെ എഴുതി തരാം. എന്തു പറയുന്നു? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചിട്ട് പറയാം. മതി. വീട്ടിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ വിവരം മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് എന്റെ മോള്. ഇല്ല, ഞാൻ